ഹായ്, വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വീണ്ടും പുതിയൊരു ബട്ടൺ എത്തിയിരിക്കുകയാണ്. കാരണം ഞാൻ എല്ലാം കാണിക്കും, എനിക്ക് കാണിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ആൾക്കാരിൽ എത്തുന്നതിന്റെ കൂട്ടത്തിൽ പുതിയൊരു വ്യക്തിയും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിന്റെ ഒരു കുറച്ച് ക്ലിപ്പുകൾ ആദ്യം കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ക്ലിപ്പുകളാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിച്ചു, ആദ്യം ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു അയ്യോ പാവം എന്തോ ഒരു അബദ്ധം പറ്റിയതാണ് എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അല്ല, തെറ്റിയതല്ല കേട്ടോ. പക്ഷെ സംഭവം ആ വീഡിയോസുകൾ മാത്രമേ ഉള്ളൂ. അതാണ് അവരുടെ മെയിൻ ഘടകം എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു വീഡിയോ നമുക്ക് ആദ്യം കണ്ടിട്ട് വരാം. കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. അതായത് ചില കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും അയ്യേ ഇവർക്ക് കൊച്ചുമക്കളൊക്കെ ആവേണ്ട പ്രായം, ഇല്ലെങ്കിൽ മക്കളുണ്ട് അവർക്ക് നാണക്കേടാവത്തില്ലേ എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ തോന്നും. നമ്മളൊക്കെ അങ്ങനെ കണ്ടു വളർന്നിട്ടില്ല, അതുകൊണ്ട് നമുക്കൊന്നും തോന്നും. പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്ക് എന്തൊക്കെയോ കാണിക്കണമെന്നുണ്ട്, പക്ഷെ ഒന്നും സാധിക്കുന്നില്ല. പക്ഷെ മാക്സിമം കാണിക്കുന്നുണ്ട്. നിഷാന എന്ന് പറയുന്ന വ്യക്തിയൊക്കെ കാണിക്കും പോലെ കൈയൊക്കെ പൊക്കി അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ. പിന്നെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കാലൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവർക്കൊക്കെ എന്താണ് പ്രശ്നം ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇവർക്ക് എന്താണ് ആക്ച്വലി പ്രശ്നം? വീട്ടമ്മമാരിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് സബ്സ്ക്രിപ്ഷൻ ആയിട്ടും അല്ലാണ്ട് ഇതുപോലെ ഇൻസ്റ്റാഗ്രാം മുഴുവൻ എന്നിട്ട് കാണിക്കും. ഇവർക്ക് അറിയത്തില്ലേ ലോകം മുഴുവൻ ആൾക്കാർ കാണുന്നുണ്ടെന്ന്? ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടാൽ പെട്ടെന്ന് ആൾക്കാരിലോട്ട് എത്തും എന്ന് ഇവർക്ക് ബോധ്യമില്ലേ? ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതിലത്ര ഞാൻ വെച്ച് ഒരു വീഡിയോസ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് നോക്കിയതാണ് കേട്ടോ. പക്ഷെ അല്ല, ബാക്കി കുറെ വീഡിയോസിൽ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വ്യഗ്രത കൊള്ളുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്കൊന്ന് കാണിച്ചാൽ മാത്രം മതി. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇത്ര അധപതിച്ചു പോയി നമ്മുടെ ഈ ഒരു കേരളത്തിലുള്ള ആൾക്കാർ. അവർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർക്ക് മക്കളൊക്കെ ഉള്ളൊരു ഫാമിലി ആയിരിക്കും. അവർക്ക് മക്കളുണ്ടെങ്കിൽ നാണക്കേടാണ് കേട്ടോ. സത്യം പറഞ്ഞാല് മക്കളുണ്ടെങ്കിൽ നാണക്കേടാണ്, അത്ര മൈൽ നാണക്കേടായിരിക്കും. ഇതാണ് ഈ സ്ത്രീയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഫോണ് കയ്യിൽ കിട്ടിയാല് എത്രയോ നല്ല വീഡിയോസ് ഇടാം ഇവർക്കൊക്കെ, പക്ഷെ ഇവരാരും അത് ചെയ്യത്തില്ല. ഇവർക്കൊക്കെ അറിയാം വേറെ നെഗറ്റീവായിട്ട് കയറണുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറെ കോപ്രായങ്ങൾ കാണിച്ചാൽ മാത്രമേ നെഗറ്റീവായിട്ട് നമുക്ക് റീച്ച് കിട്ടത്തുള്ളൂ എന്ന് മനസ്സിലായി. ഇത് ആര് പറഞ്ഞു കൊടുത്താണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും സംഭവം എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവർക്കൊന്നും തോന്നുന്നില്ലേ? ഇങ്ങനെ സ്വയം എടുത്ത് സ്വന്തം വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ നോക്കുമ്പോഴത്തേക്കൊന്നും തോന്നില്ലേ? ഇതിന്റെ കൂടെ തന്നെ കുറേ ഉണ്ട് കേട്ടോ. എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഒരു നാണോ മാനോ ഉളുപ്പും തോന്നാത്ത കുറെ ജന്മങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇവർക്കൊക്കെ എന്തിന്റെ കുറവാണ്? ഒരു ഫോണ് കിട്ടിയാൽ എന്ത് തോന്നിയാസം കാണിക്കാന്നുള്ള രീതിയായി ഇപ്പൊ പൊതുവിൽ ഇപ്പൊ ഇങ്ങനെ ആയി. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കൊച്ചുമക്കൾ കാണുകയാണ്, ഇല്ലെങ്കിൽ കുഞ്ഞു പിള്ളേര് വരെ ഫോൺ യൂസ് ചെയ്യുന്നതാണ് എന്നൊക്കെ ഉള്ള ഒരു ധാരണയൊന്നും ആർക്കും ഇല്ല. എല്ലാവർക്കും ഇങ്ങനെ എന്റേത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നങ്ങ് കാണിക്കുക, എന്നിട്ട് അതിൽ കൂടി സന്തോഷം കണ്ടെത്തുക. പിന്നെ അതിൽ കൂടി എന്തോ പൈസ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല, അങ്ങനെ ഇനി പൈസ കിട്ടുമെന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ എങ്കിലും പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ധാർഷ്ട്യത്തോടു കൂടി ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ. എന്നിട്ട് ഇതുപോലെ റീൽസിലൊക്കെ വന്നിട്ട് നല്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് അതിശയം തോന്നുന്നുണ്ട്. അത്രയും മാന്യമായിട്ട് ഞാനല്ലേ ആ വീഡിയോസിൽ ഉള്ളതെന്ന് പോലും ചിന്തിക്കാത്ത ഒരു ഇരിപ്പും ഭാവമൊക്കെയാണ് പുറത്തിറങ്ങുമ്പോൾ ഓരോ വ്യക്തികളുടെ. കാരണം വെച്ചാല് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അവർ നല്ല അടിപൊളി ഡ്രസ്സുകൾ, പിന്നെ ആൾക്കാരോട് ഇടപഴകുന്ന രീതി, അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ അന്തം വിട്ടു. അയ്യോ ഇത് ഇവർ തന്നെയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇത്തിരിയെങ്കിലും ഉൾക്കൊണ്ടോന്ന് തോന്നും. എനിക്ക് ഈ സ്ത്രീയെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആഴ്ച ഇടണ്ടെന്ന് വിചാരിച്ചാണ് കേട്ടോ. പക്ഷേ ഒന്നോ രണ്ടോ വീഡിയോസ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മതിയായി. എന്താണ് ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്നത്? അവർക്ക് തന്നെ ബോധമില്ല. പിന്നെ എന്തോ ഇങ്ങനെ കാണിക്കണ്ട്, ആരെങ്കിലും കണ്ടാലായി കണ്ടില്ലെങ്കിലായി എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ കാണിക്കുന്നത്. പക്ഷെ എന്നാലും വളരെ മോശം കേട്ടോ, ഉള്ളത് പറയാം. ഒരു അമ്മ, നമ്മളൊരു പ്രായമായിട്ടുള്ള ഒരാളെ അമ്മ എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. പക്ഷെ ആ ഒരു വ്യക്തി അമ്മ എന്നുള്ള രീതി മറികടന്ന് വേറെ രീതിയിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ വേറൊരു ചിന്ത വരുവാണ് ആൾക്കാർക്ക്. അപ്പം നമ്മളായിട്ട് സ്വയമേ ആൾക്കാരുടെ വായിൽ നിന്ന് കേൾക്കാനുള്ളൊരു ഇത് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഒന്നോ രണ്ടോ വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ശരി, നമുക്ക് സമ്മതിക്കാം. പക്ഷെ ഇത് അത്രയും വീഡിയോസ് ഇത് തന്നെയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇവര് അങ്ങനത്തെ വീഡിയോസ് മനഃപൂർവ്വം ഇടുന്ന. പാൻറ് ഇട്ടത് കാണിക്കുക, പിന്നെ കൈയില്ലാത്ത ഡ്രസ്സ് ഇട്ടത് കൈ പൊക്കി കാണിക്കുക.
മുഖത്ത് കൈവച്ച് കാണിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ കാണുന്നുണ്ട്. സത്യം പറഞ്ഞാല് ഇവർക്ക് ഒരു ഉളുപ്പില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ചിരി വന്നു. ആദ്യം എനിക്ക് ദേഷ്യം വന്നു, പിന്നെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കോമാളിയെ പോലെയാണ് തോന്നിയത്. എന്താ പറയാ, നാട്ടുകാരുടെ മുന്നിലേക്ക് കോമാളിയാകുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ചില ആൾക്കാർക്ക് കാണുമ്പോഴത്തേക്കും നമ്മൾ പറയുമ്പോഴത്തേക്ക് കുറ്റമായിട്ട് തോന്നും. അയ്യോ, നമ്മള് കുറച്ച് നാൾക്ക് മുന്നേ ആണെങ്കിൽ വേറൊരു വ്യക്തിയെ കുറിച്ച് എപ്പോഴും വീഡിയോസ് ഇടുമായിരുന്നു, അത് അവർ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് കൊണ്ട് മാത്രം ഇട്ടിട്ടുള്ളതായിരുന്നു. പക്ഷേ അതിനെതിരെ നമുക്ക് വരുന്ന കമന്റ്സുകളും നമുക്ക് വരുന്ന പ്രാക്കുകളും ഒക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ പറയും, അത് തീർച്ചയാണ്. വലിയ വലിയ ആൾക്കാരാണെങ്കിൽ നമ്മുടെ കണ്ണിൽ കാണുന്ന ഒരു കാഴ്ച നല്ലതല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിരിക്കും. ആൾക്കാരെ ക്യൂരിയോസിറ്റി മേടിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം കഷ്ടപ്പെടുന്നുണ്ട്. കുറെ നാളും കൂടി കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ വീഡിയോസ് ഒക്കെ എടുത്തിങ്ങനെ റിവൈൻഡ് ചെയ്ത് നോക്കുമല്ലോ. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഇവർക്ക് നല്ല വീഡിയോസ് പോലും കാണത്തില്ല. കാരണം ഈ സ്ത്രീകളൊക്കെ കാണിക്കുന്നത് കണ്ടില്ലേ. അപ്പം ഇതിങ്ങനെ തിരിച്ചു മറിച്ച് നോക്കുമ്പോഴത്തേക്ക് ആർക്കെങ്കിലും ഇതെന്റെ അക്കൗണ്ടാണ്, പോട്ടെ ശരി നമുക്ക് സമ്മതിക്കാം, ആരോടെങ്കിലും പറയാണ് ഇതെന്റെ അക്കൗണ്ടാണ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യണേ എന്ന് പറഞ്ഞാല് എന്ത് കാണിച്ച് ഫോളോ ചെയ്യാൻ പറയും നിങ്ങൾ? അതൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് യൂട്യൂബിലാണെങ്കിലും ഇപ്പൊ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇതെന്റെ അക്കൗണ്ടാണ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യൂ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഫോളോ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു ഫോളോ ചെയ്യുന്ന ആളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അടുത്തറിയുന്ന ആൾക്കാർ കാണും, ചിലപ്പോൾ അമ്മമാര് കാണും, ചിലപ്പം ഇവരുടെ കുടുംബാംഗങ്ങൾ കാണും, പിള്ളേര് കാണും. അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇവരുടെ കുടുംബത്തിൽ പിള്ളേര് കാണുമല്ലോ, ആ ഒരു പിള്ളേര് കാണുമ്പോഴത്തേക്ക് എന്തായിരിക്കും അവസ്ഥ? ഇവരെ മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഒരുപാട് ആൾക്കാർ ഇതിന്റെ പുറകെ നടക്കണ്ട്. പണ്ടൊന്നും ഇടാൻ പറ്റാത്ത ഡ്രസ്സുകൾ ഇപ്പം ഇടണം എന്നൊക്കെ ഉള്ള ചിന്താഗതി വരുന്നുണ്ട്. അത് പണ്ടത്തെ കാലത്ത് അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇല്ലായിരുന്നു, അങ്ങനെ ഇട്ടിട്ടുമില്ല. വീട്ടിനകത്ത് അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നായിരിക്കാം. അപ്പൊ ഇപ്പം അതുപോലെ ഞങ്ങൾക്ക് അതുപോലെയുള്ള ഡ്രസ്സുകൾ ഇടണം, കൊച്ചു പിള്ളേരുന്ന ഡ്രസ്സുകൾ ഇടണം, കൊച്ചു പിള്ളേർ കാണിക്കുമ്പോൾ കാണിക്കണം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചിന്താഗതി ഇവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. തെറ്റ് പറയുമ്പോൾ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് റീൽസ് ഇടാം, നമുക്ക് മാന്യ മര്യാദയ്ക്ക് റീൽസ് ഇട്ട് ജീവിക്കാം, സൂപ്പറായിട്ട് നമുക്ക് റീൽസ് ഇടാം. പക്ഷെ അതൊന്നുമല്ല, പക്ഷെ എനിക്കെല്ലാം കാണിക്കണം എന്നുള്ള രീതിയിൽ ഇപ്പോഴും നടക്കുന്ന കുറേ കുറേ ഉണ്ട് കേട്ടോ, കുറേ ആൾക്കാർ. സത്യം പറഞ്ഞാൽ ഇവർക്കൊന്നും നാണമാനം ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വീഡിയോസ് അങ്ങനത്തെയാണ്. നല്ല വീഡിയോസ് ആണെങ്കിൽ നമ്മൾ നല്ലതെന്നേ പറയത്തുള്ളൂ, നല്ലതാണെങ്കിൽ നല്ലതെന്നേ നമ്മൾ പറയത്തുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താ മറുപടി പറയാം? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ പുതിയ വീഡിയോ ഇട്ട് വരാം, അതുവരെ തെറ്റാം.